ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ചപ്പാത്തിയും മുട്ട റോസ്റ്റും ആണ്. ചപ്പാത്തി കുഴക്കുന്നതൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്നതല്ലേ. അപ്പോൾ മുട്ട റോസ്റ്റിന് വേണ്ടിയിട്ട് സ്ലൈസായി അരിഞ്ഞ സവോള ഒരു 4 എണ്ണം എടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായി വഴന്നു വരുന്ന സമയത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പെരുംജീരകത്തിൻ്റെ പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് നന്നായി മിക്സ് ചെയ്യുക. നല്ലപോലെ വഴന്നു വന്നതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ വഴറ്റിയ ശേഷം തക്കാളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ഒന്ന് നന്നായി വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഒന്ന് ചെറുതായി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മുട്ട ഓൾറെഡി പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അതിൻ്റെ തൊണ്ടൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് വെക്കാം. അപ്പോൾ ഇതാ നന്നായിട്ട് തക്കാളിയൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, കുറച്ച് ചൂടുവെള്ളമാണ്. അതിനുശേഷം നമ്മൾ ഈ പൊളിച്ച് വെച്ച മുട്ട ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് ഇനി ലേശം ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടെ തൂകിയ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചപ്പാത്തിയൊക്കെ ഒന്ന് ചുട്ടെടുക്കാം. ചപ്പാത്തി ഞാൻ ഫുഡ് പ്രോസസ്സറിലാട്ടോ കുഴയ്ക്കാറ്, അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി കുഴയ്ക്കുന്നൊന്നും കാണിക്കാഞ്ഞത്. മോനെ സ്കൂളിലെ ദിവസം മിക്കവാറും ചപ്പാത്തിയും പൂരിയൊക്കെ തന്നെ ആയിരിക്കും. അതാകുമ്പോൾ നമുക്കത് ഉച്ചയ്ക്കും കൊടുത്തേക്കാമല്ലോ. അപ്പോൾ ചപ്പാത്തിയൊക്കെ റെഡിയാക്കി ഞാൻ ലേശം ബട്ടറൊക്കെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മോൻ്റെ ലഞ്ച് പാക്ക് ചെയ്തു, അവനുള്ള സ്നാക്സും വെള്ളമൊക്കെ ഒന്ന് പാക്ക് ചെയ്തു. അങ്ങനെ അവൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. ഇനി ഉച്ചത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് മീൻ മേടിക്കാൻ പോകണം. അപ്പോൾ ഇതാ ഞങ്ങൾ സ്ഥിരം മേടിക്കാൻ പോകുന്ന ഷോപ്പാണ്. അവിടെ ഒരുപാട് മീനുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ചെമ്മീനും പിന്നെ ഒരു ഏരി മീനാണ് കേട്ടോ വാങ്ങിച്ചത്. അടിപൊളി ഫ്രഷ് മീനായിരുന്നു, അതുകൊണ്ടാണ് അത് മേടിച്ചത്. അപ്പോൾ അത് കുറച്ച് വറക്കുകയും ചെയ്യാം. ചെമ്മീൻ മുരിങ്ങയ്ക്കിട്ട് കറിയും വെക്കാനായിരുന്നു പ്ലാന്. അപ്പോൾ ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും മുരിങ്ങക്കായൊക്കെ ഒന്ന് നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ ഇതാ മീനൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഏരി മീൻ. ഞാനും ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. ഇതിന് മുന്നേ ഞാൻ കഴിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ, വാങ്ങുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. പിന്നെ കുറച്ച് 1/2 കിലോ ചെമ്മീനും കൂടെ മേടിച്ചു. ചെമ്മീന് വേണ്ടി മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ നല്ല ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മീൻകറി വെക്കാൻ തുടങ്ങാം. അപ്പോൾ ഒരു ചട്ടി വെച്ച് ആദ്യം നമുക്ക് ഈ മുരിങ്ങയ്ക്കയും മാങ്ങയ്ക്കൊന്ന് വേവിച്ചെടുക്കാം. ചെമ്മീനും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് 3ഉം കൂടെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വേവിക്കാമെന്ന് വെച്ചാൽ മുഴുവൻ വേവേണ്ട, ഒരു പകുതി വെന്താൽ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്ക് ഏരി മീനിലോട്ട് ഒരു ചെറിയ മസാല ഉണ്ടാക്കിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ഇതൊരു പിക്കിൾ പൗഡറാണ്. പിക്കിൾ പൗഡറും കൂടെ ചേർത്തൊരു പ്രത്യേക ടേസ്റ്റാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഒന്ന് ചേർക്കാറുണ്ട്. പെരുംജീരകപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഉപ്പും വിനീഗറും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. സാധാരണ ഞാൻ മീൻ വറക്കുമ്പോൾ ഇത്രയൊന്നും മസാല ചേർക്കാറില്ല കേട്ടോ. ഇതിപ്പോൾ വലിയ കഷ്ണമീൻ ആയതുകൊണ്ടാണ് ഇത്ര അധികം മസാല ചേർത്തത്. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ ഇടാറുള്ളൂ. അപ്പോൾ ഇതാ മീനിൽ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അവിടെ ഇനി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. ചെമ്മീനും മുരിങ്ങയ്ക്കും മാങ്ങയ്ക്കൊന്ന് ഏറെക്കുറെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്കൊരു അരപ്പുണ്ടാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിരവിയതിലോട്ട് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും കശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ വെന്ത ചെമ്മീനിലോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും ചേർക്കാം കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 2 പച്ചമുളകും കൂടെ ചേർത്ത് നന്നായിട്ട് തിള വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി അതിലോട്ട് ചെറുതായിട്ടൊന്ന് താളിച്ച് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് ഉലുവയും വറ്റൽ മുളകും കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് താളിച്ചൊഴിക്കാം കേട്ടോ. ഈ താളിപ്പ് വരുമ്പോൾ ആ കറി വേറെ ലെവലാവും കേട്ടോ. അപ്പോൾ മീൻകറി റെഡിയായി കഴിഞ്ഞു. ഇനി അതവിടെ മാറ്റി വെക്കാം. ഈ മീൻകറിയൊക്കെ കുറച്ച് നേരം ഒന്ന് ഇരിക്കുമ്പോഴാണ് കേട്ടോ നന്നായിട്ട് സെറ്റായി വരിക. ശരിക്കും ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ആകുമ്പോഴാണ് കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടുക. അപ്പോൾ ഇനി നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് നമ്മുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നോരോന്നായി വെച്ച് കൊടുക്കാം. അങ്ങനെ മീൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉച്ചത്തേക്കുള്ള പരിപാടികളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. സാധാരണ ഒരു ഉപ്പേരിയും കൂടെ ഉണ്ടാക്കൽ പതിവുണ്ട്. ഇന്ന് പിന്നെ അതിന് നേരമില്ല, അതുകൊണ്ട് ഇന്ന് ഈ കറിയും ഫിഷ് ഫ്രൈയും മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ കുക്കിംഗ് വ്ളോഗ് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇനി മുതൽ ഡെയിലി കുക്കിംഗ് വ്ളോഗ് ഉണ്ടായിരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്.